ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്നത്തേതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലില്ല. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇന്നൊരു കല്യാണമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും കിച്ചണിൽ നിൽക്കുന്നില്ല. പിന്നെ എല്ലാ ജോലികളും പെട്ടെന്ന് തീർത്ത് കല്യാണത്തിന് പോകണമെന്ന് കരുതുന്നുണ്ട്. ഇൻഷാ അല്ലാ. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും ചിലപ്പോൾ റെഡി ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായല്ലോ. അപ്പോൾ ഇനി ഡെയിലി വ്ളോഗ്സൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ തുണികൾ തലേ ദിവസം മെഷീനിലിട്ടിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊന്ന് വിരിച്ചിടാന്ന് കരുതി. പിന്നെ ഈ ഫസ്റ്റ് കിച്ചണിൽ ഞാൻ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. നമുക്ക് വർക്കിംഗ് കിച്ചൺ ഉള്ളത് കാരണം എല്ലാ പണികളും ഞാൻ അവിടെയാണ് ചെയ്യാറ്. ഇവിടെ ജസ്റ്റ് ഈ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഫ്രിഡ്ജും മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഓവന്, എയർ ഫ്രയർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷോ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത് ഷോക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഡെയിലി യൂസിനൊന്നും നമുക്കിങ്ങനെ വൈറ്റ് കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ കൊണ്ടെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഹറിബറി ആയിട്ടുള്ള പണികൾക്കൊന്നും നമുക്ക് ഈ ഒരു കിച്ചണ് പോസിബിൾ അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഈ പറഞ്ഞത്. ചിലർക്ക് കഴിയും, പക്ഷേ നമ്മൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള പണികളൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിന് നല്ല ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് അരിനെല്ലിക്കയാണ് കേട്ടോ. ഞങ്ങളന്ന് അട്ടപ്പാടി പോയില്ല, അപ്പോൾ അവിടുന്ന് നല്ല ഫ്രഷ് അരിനെല്ലിക്ക കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇതിൽ ഈ അരിനെല്ലിക്കയുടെ കൂടെ അതിൻ്റെ ഇലകളും നാരുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.